ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. പൊതുവേ വീഡിയോ ചെയ്യലില്ല, കാരണം എന്താന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. കാര്യമായിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം വീഡിയോ കയറുന്നില്ല, ഒന്നാമത്തത്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ കിട്ടിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങിയിട്ടാണ് നടക്കുക. അപ്പോൾ അതിനെ കണ്ടൻ്റ് ആക്കിയിട്ട്, അത് മീൻസ് ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പം തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാജി ഉണ്ട്. ആളുടെ പിന്നാലെയാണ് എല്ലാവരും തൂങ്ങിപ്പിടിച്ച് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാനും അതാണോ എന്ന്. സംഭവം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കയറണില്ല. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ്, ശരിക്കുള്ള ഫാമിലി വ്ളോഗേഴ്സിനെയൊന്നും ആർക്കും വേണ്ട. കാരണം അവരുടെ വീട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെ പറയാം, നുനീമത്തും കുശുമ്പൊന്നും നടക്കുന്നില്ല. അഥവാ നടന്നാൽ അത് പബ്ലിക് ആക്കുന്നില്ല. അപ്പോൾ പബ്ലിക് ആക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഇപ്പോൾ കയറുന്നുള്ളൂ. അപ്പോൾ വീഡിയോ വൈറലാകാനുള്ള രണ്ട് എളുപ്പ വഴികളാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്താ പറയുക, കുടുംബകലഹം, വീട്ടിൽ നടക്കുന്ന കുടുംബകലഹം എടുത്തിട്ട് യൂട്യൂബ് ചാനൽ എടുക്കുക, അതിൽ അങ്ങോട്ട് എന്താ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളികൾ പൊതുവെ അങ്ങനെയാണ്, ഞാനും മലയാളിയാണ്, അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ കുടുംബകലഹം എടുത്തിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്താൽ വേഗം വൈറലാകും. എന്താ ഒരു വീട്ടിൽ നടക്കുന്ന എന്നറിയാൻ ഒരു പ്രത്യേക ധ്വരയാണല്ലോ നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് ഇപ്പോൾ കയറുന്നത്. അതുകൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു എന്താ ഞാൻ പറയുക, ഒരു ആളാണ് നമ്മുടെ ഷാജി. ആളുടെ വീഡിയോ ശരിക്കും ഇപ്പോൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ആളുടെ ഒരു ലൈവ് കാണാനിടയായിട്ടാണ്. അന്നേരം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ കുട്ടീൻ്റെ മക്കളെയും കൂട്ടിയിട്ട് വെച്ചിട്ടാണ് ആ ഒരു ലൈവ് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കൾ ഇതുപോലെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ലൈവ് കാണുന്ന സമയത്ത്. അപ്പോൾ ആൾ ഇതുപോലെ എന്തൊക്കെയോ തെറിയാണ് പറയണത്. അപ്പോൾ എൻ്റെ ചെറിയ മോൻ ചോദിച്ചു, എന്താ ഉമ്മച്ചി ഞങ്ങളോട് ഇങ്ങനെ തെറി കാണുന്നതും കേൾക്കണമെന്നും നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി എന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണുകയാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യമല്ലേ പറയണത്? നമ്മൾ കുട്ടികളോട് നല്ലത് മാത്രം കാണാനും കേൾക്കാനും ശീലിപ്പിക്കുന്ന നമ്മൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊക്കെ നല്ല ഫാമിലി വ്ളോഗേഴ്സാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതും വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയതൊക്കെ. അവസാനം ഇവർ തന്നെ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും ഫാമിലി വ്ളോഗ് ചെയ്യണ ആൾക്കാരുടെ വീഡിയോയ്ക്ക് പോലും ഒരു മോശമായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക വീഡിയോ ചെയ്യണത്. അപ്പോൾ ദയവ് ചെയ്ത് ഷാജിദ, ഈ ഒരു കണ്ടൻറ്റ് അല്ലാണ്ട് നിങ്ങൾക്ക് എത്ര നല്ല കണ്ടൻറ്റ് ഉണ്ട്. വീട്ടിൽ കുക്കിംഗ് വീഡിയോ, അതുപോലെ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുന്ന വീഡിയോ, എല്ലാം നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, കുട്ടികളെ ആലോചിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നടക്കുന്ന മോശം കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കൊണ്ട് ഇടാണ്ട് നല്ല കണ്ടൻ്റായിട്ട് വരിക. അപ്പോൾ ഫാമിലി വ്ളോഗ് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. ഇത് സ്വന്തം ഉമ്മാനെയും മക്കളിനെയും ഒക്കെ കൂട്ടടങ്കം ഇങ്ങനെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണമെന്നും അത്രയ്ക്ക് നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നണില്ല. നിങ്ങൾ അതുപോലെ മക്കളെ മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. കാരണം അവരെന്തോ പറഞ്ഞോട്ടെ, ഈ നല്ലവണ്ണം വയസ്സിന് മൂത്ത ആൾക്കാരിനെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക. അപ്പോൾ അവരെന്തേലും പറഞ്ഞിട്ടെങ്കിൽ അതുപോലെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. അവർ നിങ്ങളെ നാളെ അതുപോലെ തന്നെ പറയും. പിന്നെ യൂട്യൂബിൽ വിജയിക്കാൻ വേറൊരു സംഭവം കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പരസ്പരം ട്രോളുക. കഴിഞ്ഞ കുറച്ച് ഒരു 2 മാസമായിട്ട് എന്താ പറച്ചോനെ, ആ ഒരു രേണു സുധി എന്നുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ പറ്റി ട്രോളാത്ത മനുഷ്യന്മാരില്ല. എന്താ കഥ,
യൂട്യൂബ് തുറന്നാൽ രേണുസുതി അതിനെ കുറേ ട്രോളന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരയണോ ചിരിക്കണോ എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അന്നേരം. എന്നാലും ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ നമ്മുടെ കാര്യം. ഞാൻ ഒരാളെ മീൻ ചെയ്ത് പറയല്ല, ഞാനും അത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ചിരി വന്നു പോവുകയാണ്. ട്രോളന്മാരെ പറയണോ ഇത് ചെയ്യണതിനെ പറയണോ ഒന്നും അറിയില്ല. അത് വിടാൻ നമുക്കതാ നല്ലത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയാം, നമ്മുടെ ഷാജിദ ഉണ്ടല്ലോ, ആളെ പറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ കുറേ പേര്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നുമേ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും കുറേ പേര് ബാഡ് കമൻ്റ് ആയിട്ട് വന്നു. നല്ല കാര്യം. അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉമ്മാനെ തല്ലിയൊരു ബാക്കിലും ഉണ്ടാവും അത്ര 10 ആൾ. അതുപോലെ ആ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇത്രയും ആ കുട്ടീനെ ഇഷ്ടമുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും പറഞ്ഞു കൊടുക്കണ്ടോ? ഒരു നല്ല വശവും ചീത്ത വശവും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലാണ്ട് ആ കുട്ടി എന്ത് കാണിച്ചാലും അതിനെ പിന്താങ്ങിക്കൊണ്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടോ? കഷ്ടം. ആ കുട്ടിയുടെ ഉമ്മനെ എന്ത് തന്നെ ആയാലും, എത്ര തന്നെ വീട്ടിൽ വഴക്കുണ്ടായാലും, സ്വന്തം ഉമ്മാനെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് ഒരാൾ പറയുമ്പോൾ അതിനെ പിന്താങ്ങാണോ ചെയ്യേണ്ടത്? ബോധമുണ്ടോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്? ഇനി നീ അങ്ങനെ പറയരുത്, നീ അത് പറഞ്ഞത് മാപ്പ് പറയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പറഞ്ഞോ ഉമ്മാനെ പറഞ്ഞോ, അതാണോ അതിൻ്റെ അർത്ഥം? ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് ഞാൻ ചോദിക്കണത്, ഇനിയും പറഞ്ഞോ എന്ന്. അപ്പോൾ അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ പിന്താങ്ങണത് ആ ഒരു ആൾ, അത് അവരും അതേപോലെ പറഞ്ഞു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കഷ്ടമുണ്ട് കുറേ. ആ കുട്ടിക്ക് ബോധമില്ല. ആ ഉള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് പിന്താങ്ങിക്കൊണ്ടിരുന്ന ആ കുട്ടിക്ക് കൂടുതൽ പറയാനുള്ള പ്രേരണ ഉണ്ടാവുകയല്ലേ ചെയ്യുക? നമ്മുടെ എന്താ പറയുക, ഒരു വീട്ടിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ വെട്ടുന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് അത്. ഷാജിദ മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളെയും ഈ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പറഞ്ഞവരെന്നെ തള്ളിപ്പറയും. അത്രയാണ് ആ അവസ്ഥയിലാണ് കൊണ്ടെത്തിക്കുക. പിന്നെ ചിലർ പറയാണ് അസൂയാണ് അത്രേ, അസൂയ. എന്തിന് അസൂയപ്പെടണം? ആ കുട്ടി എന്താ വല്ല ഗോൾഡ് മെഡൽ നേടിയിട്ട് നിൽക്കുകയാണ്, വല്ല കായിക താരോ പിന്നെന്താ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ഡാൻസറോ പാട്ടുകാരിയോ അങ്ങനെയൊക്കെ ആയിട്ട് വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ ഓക്കെ. ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ വീഡിയോ കാണാനിടയായി. കാരണം ആൾ പറഞ്ഞത് 100% ഞാൻ ആ ഒരു കാര്യത്തിനോട് യോജിക്കുകയാണ് കേട്ടോ. അതെന്താണെന്നറിയാം സംഭവം, ആളുടെ കണ്ടൻറ്റ് വിറ്റിട്ടാണ് അത്രയും നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മീൻസ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ആളുടെ എന്ത് കണ്ടൻറ്റ്, ഈ എന്താ പറയുക, ഈ ഒരു ഊളത്തരം വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്തിട്ട് അത് കണ്ടൻറ്റ്, അതല്ല കണ്ടൻറ്റ് ആക്കിയത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖംമൂടി വെളിയിൽ വരില്ലല്ലോ. ഇപ്പം സംഭവം ഏകദേശം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ആൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ എത്ര $, കിട്ടി എന്നുള്ളത് തെളിവ് സഹിതം ആൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. യൂട്യൂബിന് ഒരു എന്താ പറയുക ക്വാളിറ്റി ഉണ്ട്. ആ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോയ്ക്ക് മാത്രമേ $, കൂടുതൽ കിട്ടുള്ളൂ. അല്ലാണ്ട് എന്തും കണ്ടൻ്റ് ആക്കിയിട്ട് അങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് അത് കുറച്ച് വ്യൂസ് കയറി എന്നല്ലാണ്ട് $, കിട്ടണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടൻറ്റ് വിറ്റ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യം ഇല്ലടോ. അതുകൊണ്ട് എൻ്റെ പൊന്നു ഷാജിദ, ഈ ഒരു എന്താ പറയുക റിക്വസ്റ്റ് നിങ്ങൾ സ്വീകരിക്കണം. നല്ല കണ്ടൻ്റായിട്ട് വരിക. അതാണ് എന്നും നിലനിൽക്കുള്ളൂ. നല്ലത് മാത്രമേ എന്നും നിലനിൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ ചെറിയ യൂട്യൂബർമാരൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ പോവുക, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.